കുറേ നാളായിട്ട് നമ്മുടെ വീരുക്കുട്ടൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ജീവനുള്ള പാമ്പിനെ കഴുത്തിലിടാന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഫാം വില്ലയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ചെല്ലുന്ന ടൈമിൽ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെ തന്നതാണ് വലിയൊരു കുട. പിന്നെ കുടയൊക്കെ ചൂടി നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ഒട്ടകത്തിനാണ്. ഒട്ടകത്തിന് കഴിക്കാൻ വേണ്ടി പ്ലാവിലയാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീരുക്കുട്ടൻ ഓരോരോ പ്ലാവിലായിട്ട് നമ്മുടെ ഒട്ടകത്തിന് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വിചാരിച്ച് നമ്മൾ നോക്കി വരുമ്പോൾ കാണുന്നത് 2 കുതിരകളെയാണ്. കുതിരകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റാണ് കേട്ടോ, നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ്. പിന്നെ അത് അങ്ങനെ നോക്കുമ്പോൾ ഒരു കുളവും ഒരു വീട് പോലെയൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീരുക്കുട്ടൻ ഇനി അടുത്തത് എന്തായിരിക്കും എന്ന് ഇങ്ങനെ ചോദിച്ചു വരികയാണ്. നോക്കുമ്പോൾ കുറേ മീനുകളുള്ളൊരു കുളമാണ്. അപ്പോൾ ഈ മീനുകൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വരാൻ പറയുകയാണ്. കൈ വാഷ് ചെയ്ത് വരുമ്പോൾ തീറ്റ നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് ആ കൈ ആ വെള്ളത്തിൽ മുക്കുമ്പോൾ എല്ലാ മീനുകളും വന്നിട്ട് ആ തീറ്റ തിന്നെയാണ്. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അത്. അപ്പോൾ വീരുക്കുട്ടന് നല്ല ഇഷ്ടമായി. ഇനി അടുത്തത് എന്താണെന്ന് നോക്കി വരുമ്പോൾ കുറേ ആടുകളാണ്. ആടുകളുടെ തന്നെ പലതരം വെറൈറ്റി ഓരോരോ ടൈപ്പ് കേട്ടോ. അതിനിങ്ങനെ ഓരോരോ കൂടല്ല, ഇങ്ങനെ ഒരു തുറന്നിട്ട് തന്നെയുള്ള ഒരു സെറ്റപ്പിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരുകളും അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നടന്നു വരുമ്പോൾ എമുപക്ഷിയാണ്. അതിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റ കയ്യിലാണ് തരുന്നത്. അപ്പം നമ്മുടെ വീരുക്കുട്ടൻ കൈ അതിൻ്റെ ഉള്ളിൽ കിട്ടിട്ട് ഇങ്ങനെ എമുപക്ഷിക്ക് കൊടുക്കുകയാണ്. അതിങ്ങനെ കൊത്തി കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഒരു കഴുത നിൽക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ അതാ വീരുക്കുട്ടൻ ആദ്യം കഴുതിനെ കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നായില്ല. അപ്പോൾ തൊട്ട് നോക്കണം എന്നുണ്ട് ആശാന്, പക്ഷേ പേടി കാരണം ഇങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛൻ്റെ കൈ കൊണ്ട് വീരുക്കുട്ടൻ്റെ കൈ പിടിച്ചിട്ട് അതിനെങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ നല്ല ധൈര്യം കിട്ടി കേട്ടോ. പിന്നെ അതിനെ തന്നെ പോയി ഇങ്ങനെ തൊടലൊക്കെയായി. പിന്നെ നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റുന്നത് കുറേ അരയന്നങ്ങളാണ്. അതിൻ്റെ തന്നെ പലതരം വെറൈറ്റികളുണ്ട് കേട്ടോ. അതിങ്ങനെ ഒരു ചെറിയ കുളം പോലെയും വീട് പോലെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു വേലി എന്നല്ല പറയാം, എന്താ പറയാമെന്നറിയില്ല കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ ചെടികളും അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സ്ഥലമൊക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഇത്ര അധികം മൃഗങ്ങളുണ്ടെങ്കിലും അതിൻ്റേതായ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് നല്ല നീറ്റായിട്ടാണ് അവർ അതിനെയൊക്കെ നോക്കുന്നത്. അത് കാരണം നമുക്ക് എന്താ പറയുക, അങ്ങനെ സ്മെല്ലൊന്നുമില്ല, തോന്നില്ല കേട്ടോ. അങ്ങനെ അരണ്യങ്ങൾക്കൊക്കെ ടാറ്റ കൊടുത്തിട്ട് പോവുകയാണ്. വീരുക്കുട്ടന് പ്രധാനമായിട്ട് പാമ്പിനെ കഴുത്തിലിടേണ്ടത്. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴത്തേനും കോഴിയല്ല, കോഴിയുടെ എന്തൊരു വെറൈറ്റിയാണ്, അതിനൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ചെല്ലുന്നത് ഒരു 5 മണി 6 മണി ടൈമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെങ്ങനെ നടക്കാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുകയാണ്. പിന്നെ വരുമ്പോൾ കുറേ മുയലുകളെ കണ്ടു. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീരുക്കുട്ട മുയലുകളൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. പിന്നെ അത് ആ മുയലിരിക്കുന്ന ആക്ഷൻ നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരു എലി പോലത്തെ സംഭവം, എലിയല്ല കേട്ടോ, എന്തൊരു സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലും പോയിട്ട് ഇങ്ങനെ അതിരിക്കുന്ന ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ വരുമ്പോൾ കുറേ പൂച്ചകൾ, പുലി പോലത്തെ ഒരു പൂച്ച കേട്ടോ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അങ്ങനെ ഒരു 2-3 വെറൈറ്റി പൂച്ചകളുണ്ട്. അപ്പോൾ വീരുക്കുട്ടൻ ഒന്നിനെ അങ്ങനെ തൊട്ട് നോക്കിയപ്പോഴത്തേനും ആ ചേച്ചി പറഞ്ഞു ഒരു പൂച്ചേനെ കയ്യിലെടുക്കാൻ തരാമെന്ന്. അപ്പോൾ വീരുക്കുട്ടൻ നല്ല ഇഷ്ടമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ചേച്ചി ആ പൂച്ചേനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വീരുക്കുട്ടൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ആ പൂച്ച ഇരുന്നു. പിന്നെ വീരുക്കുട്ടൻ പിടിച്ച് ഞെക്കിയിട്ടാണോ എന്നറിയില്ല, അതിങ്ങനെ ജീവനും കൊണ്ട് ചാടി കൂട്ടിലേക്ക് ഓടിപ്പോയിട്ടോ. അങ്ങനെ പൂച്ചേനെയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ വേറെ എന്തോ ഒരു സംഭവം, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇഗ്വാന, അതിനെ കാണാൻ പറ്റി. അങ്ങനെ ഇവിടെയാണ് നമ്മുടെ പാമ്പും ഉള്ളത് കേട്ടോ. അവർക്കൊരു 2-3 വെറൈറ്റി പാമ്പുകളുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നിനെയാണ് അവരിങ്ങനെ പുറത്തിറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീരുക്കുട്ടൻ പാമ്പിനെ കണ്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര കൗതുകമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ള കളറിലുള്ള എലികളും അതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ. പാമ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മലയണ്ണാനാന്ന് തോന്നുന്നു, അതോ അതിൻ്റെ എന്തോ ഒരു വെറൈറ്റി. അതാണ് ആദ്യം കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് തന്നത്. അപ്പോൾ അച്ഛയുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. പിന്നെ നമ്മുടെ വെളുത്ത പാമ്പിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു തൊട്ട് നോക്കാനാണ് പറയണത് കേട്ടോ. അപ്പോൾ അച്ഛയുടെ കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ വീരുക്കുട്ടനെ ഒന്നും ഇങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അച്ഛയുടെ കഴുത്തിലാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പാമ്പിൻ്റെ തലേമ തൊടരുത് എന്ന് അവർ പറയും. പിന്നെ വേറെ എവിടെ വേണമെങ്കിലും തൊടാം. അപ്പോൾ വീരുക്കുട്ടൻ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീരുക്കുട്ടന് കഴുത്തിലിടാൻ വേണ്ടിയിട്ട് തിരക്കായിട്ടോ. അപ്പോൾ അച്ഛയുടെ കഴുത്തിലിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പതുക്കെ എടുത്ത് വീരുക്കുട്ടൻ്റെ കഴുത്തിലിട്ടു. ഇട്ടപ്പോൾ ചെറിയൊരു പേടി തോന്നായില്ല മൂപ്പർക്ക്. പിന്നെ ഇങ്ങനെ വലിയ ആളായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അത് എടുത്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് വീണ്ടും ഇടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ആ മലയണ്ണാൻ്റെ പോലെ തന്നെ വേറൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു, പേര് എനിക്കറിയില്ല, അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. അതിനിങ്ങനെ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിനി നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്നത് കുറേ കിളികളെയാണ്.
കുറേ കിളികളെ ഇങ്ങനെ അതാ കൂട്ടിലിട്ടിട്ടുണ്ട്. അതിന് തീറ്റയൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വീരുക്കുട്ടൻ അതാണ് ഇതിന് കഴിക്കാൻ കൊടുക്കാനായിട്ടൊന്നും ഇല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിനെങ്ങനെ വിളിക്കുകയാണ്, പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ മൂപ്പരുടെ വിചാരം. അങ്ങനെ അതാ പിന്നെ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ കാണുന്ന 2 തത്തകൾ ഒരു കൂട്ടിലുണ്ടായിരുന്നു. അതിങ്ങനെ എന്താ പറയുക സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ വലിയൊരു ഒട്ടകപ്പക്ഷി. ആ ഒട്ടകപ്പക്ഷി ആളിത്തിരി പെശകാൻ തോന്നുന്നുണ്ട്. അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അതിന് തീറ്റ തരാനൊന്നും നമ്മുടെ അടുത്ത് പറയണില്ല കേട്ടോ. പിന്നെ അത് അടുത്ത സംഭവം കുറേ തത്തകളുടെ ഒരു കൂട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനും പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ തീറ്റ തരും. ആ തീറ്റയും കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണത് കേട്ടോ. എന്നിട്ട് ആ തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് ഇതാ ഈ തത്തകളെല്ലാം കൂടെ പറന്ന് വന്നിട്ട് നമ്മുടെ കയ്യുമ്മലും തലയിലും ഒക്കെ ഇരിക്കും. അപ്പോൾ അത് അച്ചയുടെ കയ്യിലായിരുന്നു തീറ്റ. അത് കാരണമാണ് അച്ചയുടെ കയ്യിൽ വന്നിരിക്കണത്. വീരുക്കുട്ടൻ്റെ തലയിലും ഒക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ വീരുക്കുട്ടൻ ഇങ്ങനെ ഇഷ്ടമായിരുന്ന ചെറിയൊരു പേടിയുണ്ട് പറക്കുമ്പോൾ. അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അച്ഛ തലയിലും കയ്യിലും ഒക്കെ കുറേ തത്തകളായിട്ടിരുന്നു. അങ്ങനെ അതാ അവിടെ നിന്ന് ഒരുവിധം നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി കാണാനുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ വൈകുന്നേര സമയമായത് കാരണം ഈ അരയന്നങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ വീരുക്കുട്ടൻ ഇങ്ങനെ അരയന്നങ്ങളുടെ പിന്നാലെ ഒന്ന് ഓടി നോക്കി. പിന്നെ അതാ നമ്മൾ നേരത്തെ കണ്ട കോഴികളുടെ പോലത്തെ ഒരു വെറൈറ്റി പറഞ്ഞില്ലേ, അതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാത്തിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ കൈയൊക്കെ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേ ഗ്രൗണ്ട് പോലത്തെ അവിടെ ഉണ്ട് കേട്ടോ. മറ്റേ സീസോയും പിന്നെന്താ പറയുന്നത് ഊഞ്ഞാലൊക്കെ ആയിട്ടുള്ള എല്ലാ ഒരുവിധം കളിക്കുന്ന സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത് വീരുക്കുട്ടൻ എല്ലാത്തിലും കയറി ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഊഞ്ഞാലാട്ടോ. എന്തായാലും നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല അടിപൊളിയായിട്ട് കാണാനും എന്താ പറയുക എൻജോയ് ചെയ്യാനും പറ്റും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല. അവരെല്ലാതും നല്ല ഭംഗിയിൽ എന്താ പറയുക കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അവിടുത്തെ സ്റ്റാഫ് ആയാലും അതങ്ങനെ ജാടയോ കാര്യങ്ങളോ ഒന്നും ഉള്ളവരല്ല. നമുക്ക് പിന്നെയും തീറ്റ കൊടുക്കാനായാലും ഒക്കെ സമ്മതിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഡ്രസ്സൊക്കെ മാറി നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പം ഇന്ന്